എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, രേണുസുതിയെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ രേണുസുതിയുടെ അയൽപ്പക്കത്തുള്ള കുറച്ച് ആളുകൾ സംസാരിച്ചതിൻ്റെ വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് ആളുകൾ വന്നിട്ട് അവരെക്കുറിച്ചിട്ട് കുറേയേറെ കാര്യങ്ങൾ അവരുടെ അയൽപ്പക്കത്തുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വോയിസ് കോൾ നമ്മളുടെ ചാനലിൽ കൂടി നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ മറുപടി എനിക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മറുപടി വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, രേണുസുതിയുടെ എല്ലാ പ്രവൃത്തികളെയും ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്ന ഒരാളല്ല. പ്രത്യേകിച്ചും രേണുസുതിയുടെ ഈ ഒരു പ്രതീഷിൻ്റെ കൂടെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഗോഷ്ഠികളും കോപ്രായങ്ങളും അതൊന്നും ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല. പിന്നെ അതുപോലെ തന്നെ രേണുസുതിയുടെ റീൽസിൻ്റെ പേരിൽ കാണിക്കുന്ന അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ, അതിനെ ഒന്നും ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് പറയാണ്ട് അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഏതൊരു കാര്യവും വളരെ സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ള ഒരു പോളിസി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു വീഡിയോ അതായത് ആ ഒരു വീഡിയോ കേൾക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. ഇന്നലെ ഇട്ടതാണ് ആ ഒരു വോയിസ് കോളോട് കൂടിയൊരു അത് പക്ഷേ എന്നിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോയ്ക്ക് ലെന്ത് കൂടുന്നുള്ളതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വോയിസിൽ പറയുന്ന ചില കാര്യങ്ങൾ, അപ്പോൾ അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനകത്ത് രേണുസുതിയുടെ വീട്ടിൻ്റെ അയൽപക്കത്തുള്ള പെൺകുട്ടി എന്ന രീതിയിൽ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിൽ അവൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, രേണു വീട്ടിലുള്ള സമയത്ത് സുതിയും രേണുവുമായിട്ട് എപ്പോഴും വഴക്കാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ മറുപടി പറയാം. അപ്പോൾ അതിൻ്റെ മറുപടി ആ ഒരു പെൺകുട്ടി കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. എനിക്ക് അവളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അവരുടെ വീട്ടിൽ അടിയും വഴക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇന്ന് വഴക്കൊന്നും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. വലിയ വലിയ വീടുകളിൽ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും, ചെറിയ ചെറിയ വീടുകളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. എന്നാൽ മറ്റുള്ളവർ കൂടുതൽ അറിയുന്നത് ഈ ചെറിയ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അയൽപ്പക്കത്തെ വീട്ടിൽ അടിയുണ്ടാകുന്നോ വഴക്കുണ്ടാക്കുന്നോ എന്നുള്ള കാര്യം നോക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ എന്തായാലും അവരുടെ വീട്ടിൽ രേണുസുതിയും അവരുടെ ഭർത്താവും തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് ഇപ്പോൾ അതൊന്നും പൊക്കിക്കൊണ്ട് വരേണ്ട ഒരു കാര്യവുമില്ല. അതൊക്കെ വെറും കല്ലി വല്ലി. പിന്നെ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രേണു നട്ട്സൊക്കെയാണ് രേണുവിന് ഇറങ്ങത്തുള്ളൂ, രേണു അടുക്കളയിൽ ജോലിയൊന്നും ചെയ്യില്ല, എപ്പോഴും നട്ട്സൊക്കെ തിന്നിങ്ങനെ ഒരിടത്ത് ഇരിക്കണം എന്നാണ് പിന്നെ പറഞ്ഞൊരു കാര്യം. അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, അവർ നട്ട്സ് കഴിച്ചോട്ടെ, അവർക്ക് നട്ട്സ് കഴിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് അവരത് കഴിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ നട്ട്സ് കഴിക്കാനുള്ള സാഹചര്യമില്ലായിരിക്കാം, അതുകൊണ്ട് നിങ്ങളത് കഴിക്കുന്നില്ലായിരിക്കാം. ഇങ്ങനെ ചുമ്മാ തുപ്പൽ കുടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം മേടിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ പൈസ അങ്ങോട്ട് നല്ല വൃത്തിക്ക് കൊടുത്തേ പറ്റൂ. പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും? ഇച്ചിരി വെള്ളവും കുടിച്ചിട്ട് അത് കുടിച്ചു എന്നുള്ള സമാധാനത്തിലിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ നട്ട്സ് വാങ്ങിച്ച് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും ഒരാളെ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് അവരുടെ ഇഷ്ടമാണ് അവർ നട്ട്സ് കഴിക്കുന്നത്. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, രേണുസുതി അടുക്കളയിൽ കയറില്ല, പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഹോട്ടലിൽ നിന്നും വരുത്തിയാണ് കഴിക്കുന്നത്, വീട്ടിനുള്ളിൽ അടുക്കളയിൽ വൈപ്പും കുടിയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കിച്ചുവിന് പോലും ഫുഡ് പുറത്തുനിന്ന് മേടിച്ചാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം. എന്തായാലും ഒരു പട്ടിണിക്ക് ഇരിക്കുന്നില്ലല്ലോ. ഇന്നത്തെ കാലത്ത് പുറത്തു നിന്ന് ഭക്ഷണം വരുത്തി കഴിക്കുന്നതൊന്നും അത്ര വലിയ പുതുമയൊന്നുമില്ല എന്ന് കരുതി ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുമില്ല, പിന്നെ അങ്ങനെ ഫാസ്റ്റ് ഫുഡിനോടൊന്നും താല്പര്യവുമില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ രേണുസുതിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുണ്ടാക്കണ്ട, അത് സുതി അഡ്ജസ്റ്റ് ചെയ്തോളും. സുതിയും മരിച്ചു, ഇപ്പോൾ ഇത്രയും നാളുമായി, ഇപ്പോൾ അതും പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. പിന്നെ കിച്ചുവിനെ ഇഷ്ടമല്ല എന്നുള്ളത്, കിച്ചുവിനെ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കിച്ചു ഇപ്പോൾ വളർന്ന് വലിയ കുട്ടിയായില്ലേ. കിച്ചുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കിച്ചു വളർന്നു, കിച്ചു വലിയ കുട്ടിയായി, അവനവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം?
ഇനി കുട്ടിക്കാലത്ത് മിക്ക വീടുകളിലും രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സ്ത്രീക്ക് ആദ്യ ഭർത്താവിൻ്റെ കുഞ്ഞിനോട് ചിലപ്പോൾ താല്പര്യമൊന്നും ഉണ്ടാവില്ല. താല്പര്യമുള്ള സ്ത്രീകളും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അത് ഇപ്പോൾ അതും കഴിഞ്ഞ് അതിനിടവും കഴിഞ്ഞു. ഇപ്പോൾ ആ കുട്ടി വലുതായി, ആ കുട്ടി വേറെ വീട്ടിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ അത് കുത്തിപ്പൊക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പിന്നെ സുധി വീട്ടിലുണ്ടെങ്കിൽ സുധിയാണ് അടുക്കളയിൽ കയറി പാചകങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു കാര്യം. അത് ഇന്നത്തെ കാലത്ത് അതിൽ അത്ര വലിയ പുതുമയൊന്നും പറയാനില്ല. അതൊക്കെ ഇപ്പോൾ പണ്ടൊക്കെയാണ് പുരുഷ മേധാവിത്വം വെച്ചുകൊണ്ടിടത്തിരിക്കും പെണ്ണുങ്ങൾ മാത്രം ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മാറി. ചില വീടുകളിലൊക്കെ ഇപ്പോഴും ആണുങ്ങൾ കിച്ചണിൽ കയറാത്ത വീടുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതല്ലാതെ തന്നെ ഇപ്പോൾ ഭാര്യ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ചമ്മന്തി അരയ്ക്കാറുണ്ട് ഭർത്താക്കന്മാർ. അതുപോലെ ഭർത്താവ് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഭാര്യ ദോശയുടെ, അങ്ങനെയൊക്കെ അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. അതൊക്കെ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം. അതിലൊന്നും ഇപ്പോൾ അയൽപക്കത്തുള്ളവർക്ക് അഭിപ്രായം പറയേണ്ട കാര്യം പോലുമില്ല. പിന്നീട് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രേണുവും സുധിയും കൂടി എപ്പോഴും വഴക്ക് കൂടും അത്രേ. ഭാര്യയും ഭർത്താവും ആകുമ്പോഴത്തേക്ക് എപ്പോഴും വഴക്ക് കൂടുന്നവരും ഉണ്ടാവാം, വഴക്ക് കൂടാത്തവരും ഉണ്ടാവാം. അതൊന്നും ഇപ്പോൾ അയൽപക്കത്തുള്ളവർ ചെവി നിങ്ങൾ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അയൽപക്കത്ത് ഇപ്പോൾ സുധി മരിച്ചു, ഇനി അതേക്കുറിച്ച് അവരുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മറ്റൊരു അയൽപക്കത്താണെങ്കിൽ പോലും ചെവി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ പോകണ്ട. ചെവി നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭർത്താവ് ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഭർത്താവ് വേറെ ഏതെങ്കിലും സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങളുടെ ചെവി ഉപയോഗിക്കുക. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളറിയാതെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ ചെവി കൂടുതലായിട്ട് ഉപയോഗിക്കുക. അയലത്തെ വീട്ടിലെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചെവി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇവർ പറയുന്നൊരു കാര്യം, രേണുവിൻ്റെ തലമുടി കളറ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് സംസാരിച്ച് സുധിയും രേണുവും കൂടി ഭയങ്കര വഴക്കായിരുന്നു. അന്നത്തെ ദിവസം രേണു സുധിയെ ശപിച്ചു. എന്താണ്, പ്രാഗി, നിൻ്റെ തലയേറ്റു പോകുന്ന പോക്കിലെന്ന് പറഞ്ഞു. ആ ഒരു സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുധി മരണപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പല കാര്യങ്ങൾക്കും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തലമുടി കളറ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഹസ്ബൻഡിന് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ചില ആണുങ്ങൾക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തവർ അതിനെ വിമർശിക്കും. അപ്പോൾ ചില ലേഡീസൊക്കെ ആണെങ്കിൽ ഭർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യം അവർ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കത്തില്ല. പക്ഷേ ചില പെൺകുട്ടികൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും, അവിടെ വഴക്കുണ്ടാവും. അതൊക്കെ സ്വാഭാവികം. അതൊന്നും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു കാട്ടേണ്ട ഒരു വിഷയമേ അല്ല. അപ്പോൾ പിന്നീട് ഇത് പറയുമ്പോഴും ഓർമ്മിച്ച് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. രേണു എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. രേണു മോഡേണായിട്ട് വേഷം ധരിക്കുമ്പോഴും, രേണു റീൽസിൽ അഭിനയിക്കുമ്പോഴും, രേണുവിൻ്റെ ഇളിക്കൂടും പൊക്കിൽ കൊടിയൊക്കെ കാണിച്ച് രേണു ആടി തിമർക്കുമ്പോഴും, അതുപോലെ തന്നെ മോഡലിംഗ് ചെയ്യുമ്പോഴൊക്കെ രേണു പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ കണ്ടാൽ എൻ്റെ സുധിച്ചേട്ടൻ്റെ ആത്മാവ് സന്തോഷിക്കത്തേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഇഷ്ടമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് രേണു പറയാറുണ്ട്. അപ്പോൾ രേണുവിനോട് എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, തലമുടിയിൽ ഇച്ചിരി കളറ് ചെയ്യുന്നത് പോലും ഇഷ്ടമില്ലാത്ത ഭർത്താവ് ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതൊക്കെ ഇഷ്ടപ്പെടും എന്ന് പറയണമെങ്കിൽ അത് വേറെ ആരുടെങ്കിലും പോയി പറയും. അതാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ രേണുവിനോട് പറയേണ്ട മറുപടി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഓർത്തപ്പോൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രേണു സുധിയെ ശപിച്ചു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു എന്നുള്ള പറയുന്ന കാര്യം. ശപിച്ച് ഒരാളെ ശപിച്ച് ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഒരാളെ പ്രാഗിയെന്നും പറഞ്ഞ് ഒരാൾ മരിച്ചു പോവുമോ? പിന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ പൂർവികരൊക്കെ പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ വാക്ക് അറപ്പറ്റ് പോവും, ഗുളിയെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് ഫലിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു വിശ്വാസമാണ്. ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കിനെ അങ്ങനെ അല്ല എന്ന് ഞാൻ എതിർത്ത് പറയുന്നില്ല. പക്ഷേ എന്ന് കരുതി പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു ഭർത്താവിന് അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ടൊരു ഭാര്യയും പറയില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യം മൂലം അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻ്റെ തല ഏറ്റു പോടാന്ന് പെട്ടെന്നുണ്ട്. പക്ഷെ അങ്ങനെ അത് വളരെ റോങ് ആയിട്ടുള്ള വാക്കാണ്. അത് പറയാൻ പാടില്ലാത്തൊരു വാക്ക് തന്നെയാണ്. ഇനി എത്ര ദേഷ്യം നമുക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു വാക്കൊന്നും പറയാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും പറയാൻ പാടില്ല, ആരും പറയാൻ പാടില്ല. പക്ഷെ അവരത് പറഞ്ഞു. പിന്നെ എന്തോ അദ്ദേഹത്തിന് ആയുസ് അറ്റ് പോയത് കൊണ്ടായിരിക്കും അത്ര നാളത്തെ ആയുസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം.
ഇനിയിപ്പോൾ മരണപ്പെട്ടു പോയ ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു 2 വർഷവും കഴിഞ്ഞു. ഇനി അതേക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് രേണു പ്രാഗിയത് കൊണ്ടാണ് ശ്രുതി മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അത് പൊക്കിയെടുത്തുകൊണ്ട് വരുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ, രേണുവിൻ്റെ പപ്പ പലപ്പോഴും ശ്രുതിയോട് മോശമായിട്ട് പെരുമാറുമായിരുന്നു, തല്ലാൻ ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, നീ 2ാം കെട്ടുകാരനല്ലേടാ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമെന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയേണ്ട കാര്യം അതുമായിട്ട് അത്ര പൊരുത്തം തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ രേണുവും ശ്രുതിയുടെ 2ാം ഭാര്യയാണല്ലോ. അതായത് രേണുവിൻ്റെ 2ാമത് ജീവിതത്തിലേക്ക് വന്ന പങ്കാളിയാണല്ലോ ശ്രുതി. അപ്പോൾ പിന്നെ എന്തിനാണ് രേണുവിൻ്റെ അപ്പൻ അങ്ങനെ പറയുന്നത്? അറിയില്ല. എന്തൊക്കെയോ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, പള്ളിയിൽ വെച്ചിട്ട് ആരാങ്കണ്ട എന്തോ കുശലം ചോദിച്ചതിൻ്റെ പേരിൽ രേണു അയാളുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 10,000 രൂപ തട്ടിയെന്ന് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അവരത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല. ആ ഒരു സംഭവം മാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരാൾ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും അനാവശ്യം മോശമായിട്ട് സംസാരിച്ചാലും 10,000 രൂപ തന്നാൽ പിൻവലിക്കാൻ ഞാൻ കേസ് കൊടുക്കാതിരിക്കാൻ എന്നൊക്കെ അങ്ങനെ പറയുമെന്തോ അറിയില്ല. അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല. ഒരാൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് അതെല്ലാം നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞൊരു ലേഡി പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വന്ന് ആര് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇതിനെല്ലാം മറുപടി തരാനായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്, രേണു ഭയങ്കര കള്ളിയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് രേണു കാണിച്ച ഒരു ഫ്രോഡ് തരം, ഒരു കള്ളത്തരം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. രേണുവിൻ്റെ വിവാഹം കഴിഞ്ഞോ എന്ന് പല ഇൻ്റർവ്യൂകളിലും ചോദിച്ചിട്ടുള്ള സമയത്ത് പാസ്റ്റർ ബിനു എന്നും പറഞ്ഞിട്ടൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസ്റ്റർ ബിനു എന്ന് പറയുന്ന ആളിനെ എനിക്കറിയില്ല, എൻ്റെ കല്യാണം കഴിച്ചിട്ടില്ല, ശ്രുതിചേട്ടനാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വന്ന പങ്കാളി എന്ന് പറയുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പലപ്പോഴും ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, കല്യാണം കഴിച്ചില്ലെങ്കിലും ലിവിൻ ടുഗദർ സെറ്റപ്പിലെങ്കിലും ഒരാഴ്ചയെങ്കിലും താമസിച്ചിട്ടില്ലേ ഒരാളുമൊത്ത് എന്ന് പറയുന്ന സമയത്ത് രേണുവിന് വേണമെങ്കിൽ പറയാം, ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. പക്ഷേ അതൊരു സർപ്രൈസിൽ നിർത്തിയിട്ടാണ് രേണു മിണ്ടാതിരിക്കുന്നത്. അതൊക്കെ ഒരു സമയത്ത് പറയാം, ഇപ്പോൾ പറയില്ല എന്നൊക്കെയാണ് രേണു പറയുന്നത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ജീവചരിത്രം വിവരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ചെന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ വാരിക്കൂട്ടി വെച്ചിരിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, അവരുടെ പാടായി. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അവരുടെ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരാണ്. എല്ലാവരും പറയുന്നത് ഇവർ ഭയങ്കര കള്ളിയാണ്, ഭയങ്കരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, കിച്ചുവിനെ കണ്ടുകൂടാ എന്നൊക്കെയാണ് പറയുന്നത്. കിച്ചുവിനെ കാണാമെങ്കിലും കണ്ടുകൂടെങ്കിലും കിച്ചു ഇപ്പോൾ വലുതായില്ലേ, ഇത്രയും പ്രായമായില്ലേ കിച്ചുവിൻ്റെ പാട് നോക്കി ഒരിടത്ത് നിൽക്കുന്നു. കിച്ചു ഈ പറയും പോലെ അവൻ്റെ അപ്പനെ ഓർമ്മിച്ചിട്ടായാലും ആരും ഓർമ്മിച്ചിട്ടായാലും രേണുവിനെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നില്ല. പിന്നെ നമുക്കെന്താണ് പ്രശ്നം? അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും നമ്മൾ ബോധേടാവേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ രേണു ബിഗ് ബോസിൽ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. പോയി നന്നായി വരട്ടെ, വിൻ ചെയ്യട്ടെ, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് പട്ടിഷോ ഇറക്കുകയാണെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യാനും ആളുകളുണ്ട് ഇവിടെ. എല്ലാവരും റിയാക്ട് ചെയ്യും ആ ഒരു കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ല. പക്ഷേ എന്ന് കരുതിയിട്ട് അവർ നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് ഞാൻ നൽകുകയാണ് എൻ്റെ ഭാഗത്തു നിന്നും. എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഊടായ്പ കാണിക്കുകയാണെങ്കിൽ പൊളിച്ചടിക്ക് കൈ കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ആർക്കും വേണ്ടിയിട്ട് ആരെയും സേവ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് കറക്റ്റായിട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചിലർ, എല്ലാവരുടെയും പേര് പറയുന്നില്ല, അതിൽ മെയിനായിട്ടുള്ള ശ്രീകല എന്ന് പേരുള്ള ഒരു ലേഡി, പിന്നെ കൂടുതലും ലേഡികൾ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഒരു 2-3 പേര് വന്നിട്ട് ഒത്തിരി ബാഡ് കമൻറ്റ് ചെയ്യാറുണ്ട്. അവരെ നല്ല പച്ചത്തെറി വിളിച്ച് തന്നെയാണ് തിരിച്ച് ഞാൻ മറുപടി കൊടുക്കാറുള്ളത്. സാധാരണ രീതിയിൽ ഞാനങ്ങനെ തെറി വിളിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഊടായ്പ കാണിക്കുന്നവരെ തിരിച്ച് ഞാൻ വിളിക്കുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തന്നെ ഓർത്ത് നോക്കണം, ശ്രീകല എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ കൂടുതലായിട്ട് തെറി വിളിച്ചിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ട്. ഒരു വ്യക്തി ഒരു കമൻറ്റ് ബോക്സിൽ, ഒരു വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു വ്യക്തി കൂടിപ്പോയാൽ ഒരു 5 കമൻറ്റ് ഇടുമായിരിക്കും. 5 കമൻറ്റൊന്നും ആരും ഇടില്ല, 1-2, അതിനപ്പുറത്തോട്ട് ആരും കമൻറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ പോട്ടെ 5 കമൻറ്റ്, അത് പോട്ടെ 5 അല്ല 10 കമൻറ്റ് ഇടുമായിരിക്കും.
ഇത് 10 കമൻ്റ് അല്ല. നിങ്ങൾ ഓരോ ഇനിയിപ്പോൾ അവരത് റിമൂവ് ചെയ്യുമോ എനിക്കറിയില്ല, ഞാൻ പിൻ ചെയ്തൊന്നും വെച്ചിട്ടില്ല, എനിക്കതിന് നേരമില്ല. അപ്പോൾ ഇവർ ഒരു വീഡിയോയുടെ അടിയിൽ തന്നെ പോയിട്ട് എൻ്റെ രേണു സുധിയെക്കുറിച്ചിട്ട് ഞാൻ വിമർശിച്ചിട്ടുള്ള വീഡിയോകളുടെ അടിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 50 കമൻ്റ് അല്ല ഇവർ ഇട്ടിട്ടുള്ളത്. അതായത് നമ്മളെ വെറുമില്ല ചുരുട്ടി കൂട്ടി അടിച്ചൊതുക്കി ഒരു 10-50 കമൻ്റ് അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇവരുടെ കമൻറ്റിന് റീപ്ലൈ കൊടുക്കാനേ സമയം കിട്ടുന്നുള്ളൂ. അതിൻ്റെ ആവശ്യം എന്താണ്? ഇവർക്ക് ഒരു കമൻ്റ് ഇടുന്നതിന് അവർക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ആ പൈസ മേടിച്ചോട്ടേ പോയി. വെറുതെ കമൻ്റ് ഇട്ട് നമ്മളെ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത്? ഇവരിടുന്ന കമൻ്റ് എല്ലാം നമ്മൾ കുത്തിയിരുന്ന് വായിക്കണോ? അപ്പോൾ അവരെ ഞാൻ നല്ല തെറി വിളിക്കാറുണ്ട്. അത് കമൻ്റ് ഇടുന്നതിനും വേണം ഒരു മര്യാദ. ചുമ്മാ ഒരു കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ അവർ കമൻ്റ് ഇടുന്ന കമൻറ്റ് എൻ്റെ ചാനൽ റീച്ചായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു മര്യാദയില്ല ഒരു കമൻ്റ് ഇടുന്നതിന്. ഒരു വീഡിയോയുടെ അടിയിൽ ഒരാൾ വന്ന് 10-50 കമൻ്റ് ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ കമൻറ്റ് കാണാൻ പറ്റത്തില്ല, എനിക്ക് ആ കമൻറ്റിന് റീപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അപ്പോൾ അതൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്ന് കരുതിയിട്ട് 19 കമൻ്റ് ഒന്നും ഇടരുത് പ്ലീസ്. എനിക്ക് എല്ലാവരുടെ കമൻറ്റിനും റീപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.